ദ ക്രിട്ടിക്കിലേക്ക് സ്വാഗതം. അന്തസ്സുള്ള ജീവിതം മനുഷ്യാവകാശമാണ്. അതുപോലെ തന്നെ മനുഷ്യാവകാശമാണ് അന്തസ്സുള്ള മരണം. എന്നാൽ മിക്കവർക്കും അത് ലഭിക്കുന്നില്ല. പകരം ലഭിക്കുന്നതോ ICUവിലെ ഏകാന്തതയിൽ അന്തസ്സില്ലാത്ത അന്ത്യം. ഇതിനൊരു അവസാനം ആവശ്യമില്ലേ? ലോകത്തെ എത്രയോ രാജ്യങ്ങൾ ഇതിനൊരു ഉത്തരം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അത്തരം സാഹചര്യത്തിലാണ് നമ്മുടെ സുപ്രീം കോടതിയും ലീവിംഗ് വിൽ എന്ന ആശയത്തെ അംഗീകരിച്ചത്. അന്തസ്സുള്ള മരണം ഉറപ്പുവരുത്തുക എന്ന ആശയമാണ് ലീവിംഗ് വില്ലിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് ലീവിംഗ് വിൽ? അധ്യാപകനും എഴുത്തുകാരനും പാലിയേറ്റീവ് കെയർ പ്രവർത്തകനുമായ പ്രൊഫസർ NN ഗോകുൽദാസാണ് ഇന്നത്തെ ക്രിട്ടിക്കൽ ഇക്കാര്യം വിശദീകരിക്കുന്നത്. ഏവർക്കും സ്വാഗതം. നല്ല മരണം കാക്ഷിക്കാത്ത ആരുമില്ല. ദൗർഭാഗ്യവശാൽ യൂത്തനേസ്യ എന്നത് മലയാളത്തിലേക്ക് ദയാവധം എന്ന് ആരോ വിവർത്തനം ചെയ്തു. അവിടെ തന്നെ പ്രശ്നം തുടങ്ങി. കാരണം ഭിഷഗ്വരൻ്റെ സഹായത്തോടെയുള്ള മരണം എന്ന് ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്തു. ഇപ്പോൾ ലോകമെമ്പാടും ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡ് എന്ന്, അതായത് ഭിഷഗ്വരൻ്റെ സഹായത്തോടെയുള്ള ആത്മഹത്യ എന്നുപോലും വിവരിക്കാൻ തുടങ്ങി. ഇവിടെയാണ് പ്രശ്നമുണ്ടായത്. ഈ തനാസിയ എന്നുള്ള വാക്കിൻ്റെ ഉൽപ്പത്തി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഗ്രീക്കിലെ ഇറിബോസ് ഇരുട്ടിൻ്റെ ദേവനാണ്. നിക്സ് രാവിൻ്റെ റാണിയാണ്. ഇവർക്ക് കുറേ മക്കളുണ്ട്. അവരുടെ മക്കളിൽ 2 പേരാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന 2 ആൾക്കാർ. ഒരാളുടെ പേരാണ് ഹിപ്നോസ്, ഉറക്കത്തിൻ്റെ ദേവനാണ്. മറ്റേതാണ് തനറ്റോസ്. തനറ്റോസ് എന്ന് വെച്ചാൽ മരണദേവൻ. അപ്പോൾ ഹിപ്നോസ് ഉറങ്ങാനും തനറ്റോസ് മരിക്കാനും. ആ തനറ്റോസ് എന്നുള്ളതിൽ നിന്നാണ് തനാസിയ. പിന്നെ അത് നല്ല തനാസിയ എന്നുള്ളതാണ് യു തനാസിയ എന്ന് വന്നത്. ഇന്ത്യൻ മിത്തോളജിയിൽ ഇത് വേറൊരു സമീപനമാണ്. ഇങ്ങനൊരു പ്രശ്നമില്ല. അവിടെ യമധർമ്മനാണ്. കാരണം ധർമ്മദേവനാണ് യമൻ. യമൻ എന്ന വാക്ക് തന്നെ യാമ എന്നുള്ളതിൽ നിന്നാണ്. സമയമാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതാണ് വ്യത്യാസം. അതുകൊണ്ട് ഈ കാര്യത്തിൽ എനിക്ക് ഇന്ത്യൻ കൺസെപ്റ്റിനോടാണ്, അത് ഇന്ത്യൻ തത്വചിന്തയോടാണ് കുറച്ചുകൂടി അടുപ്പം. പക്ഷേ നമ്മളിപ്പോൾ വ്യാപകമായി യൂത്തനേസിയ എന്നൊക്കെ പറയുന്നതായിട്ട് ശരിക്ക് സുഖമരണത്തെ അങ്ങനെ നിർവഹിച്ചു. എനിക്ക് പറയാനുള്ള ആദ്യമായിട്ട് അന്തസ്സോടെയുള്ള മരണം ഏതൊരാളുടെയും അവകാശമാണ്. അത് നമ്മൾ ആദ്യം അരക്കിട്ടുറപ്പിക്കണം. വീടുകളിൽ, സുഹൃദലയങ്ങളിൽ ഒക്കെ ഒരു കഷ്ണം കേക്കും 1 കപ്പ് കാപ്പിയും ചേർത്തുകൊണ്ട് മരണത്തെക്കുറിച്ച് ചർച്ച നടക്കണം. അത്ര ലാഘവത്തോടെ മരണത്തെക്കുറിച്ച് ചർച്ച നടക്കണം. അതിന് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അതിന് ഡെത്ത് കഫേ എന്ന് പറയാറ് തന്നെയുണ്ട്. അപ്പോൾ മരണമാണ് ചർച്ചാ വിഷയം. നമ്മൾ കേക്കിൻ്റെ പീസ് കഴിക്കുന്നുണ്ട്, കാപ്പി കുടിക്കുന്നുണ്ട്. വിഷയം മരണമാണ്. ആർക്കാണ് നല്ല മരണം ആവശ്യമില്ലാത്തത്? എല്ലാവരും നല്ല മരണം ആഗ്രഹിക്കുന്നു. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21, അനുച്ഛേദം 21 പറയുന്നത് ഇന്ത്യക്കാരൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ചാണ്. ജീവിക്കാനുള്ള അവകാശം എന്ന് വെച്ചാൽ നിലനിൽക്കാനുള്ള അവകാശം എന്നല്ല അർത്ഥം. അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ്. അന്തസ്സോടെ ജീവിക്കണമെങ്കിൽ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യരക്ഷാ സംവിധാനങ്ങൾ ഇതൊക്കെ നമുക്ക് ലഭ്യമായിരിക്കണം വേണ്ട സമയത്ത്. എങ്കിലേ അന്തസ്സോടെയുള്ള ജീവിതം ഉണ്ടാവുള്ളൂ. അതുപോലെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് മരണം. ധർമ്മം കൂടിയാണല്ലോ യമധർമ്മൻ എന്ന് പറയുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ ധാർമ്മിക വശങ്ങളിലൊന്ന് തന്നെയായി മരണത്തെ കാണുകയും അന്തസ്സോടെ ജീവിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അന്തസ്സോടെയുള്ള മരണം എന്ന് നമ്മൾ അരക്കിട്ടുറപ്പിച്ചേ മതിയാകും. ഇത് ഒരു മനുഷ്യാവകാശമാണ്. ജീവിക്കാനുള്ള അവകാശം മനുഷ്യാവകാശമാണല്ലോ. അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം മനുഷ്യാവകാശമാണല്ലോ. അതുപോലെ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശവും ഓരോരുത്തർക്കും ലഭിക്കണം, അല്ലെങ്കിൽ ലഭ്യമാക്കണം. ഇവിടെയാണ് പ്രശ്നം വരിക. ആളുകൾക്ക് എങ്ങനെ ഇത് നടപ്പാക്കും? നോക്കൂ, സ്വേച്ഛാനുസരണം മരണം തിരഞ്ഞെടുക്കാം. സംസാരിക്കുന്ന ഞാൻ ക്യാൻസർ കഴിഞ്ഞ് ബാക്കിയായ ശരീരത്തിൻ്റെ ഉടമയാണ്. ചികിത്സയുടെ എല്ലാ പാർശ്വഫലങ്ങളും അനുഭവിക്കുന്ന ആളാണ്. എനിക്ക് ഈ രോഗം എപ്പോൾ വേണമെങ്കിലും വരാം. 77ലേക്ക് എത്തിയാൽ എനിക്ക് തീരുമാനിക്കാം
ഇനി എനിക്ക് തീവ്ര ചികിത്സ ആവശ്യമില്ല, ഇത്രയും മതി. അപ്പോൾ എനിക്ക് വേണ്ടത് വാസ്തവത്തിൽ പാലിയേറ്റീവ് പരിചരണമാണ്. ഇതിൻ്റെ അർത്ഥം ഒട്ടും തന്നെ കീമോതെറാപ്പി വേണ്ട, സർജറി വേണ്ട എന്നൊന്നുമല്ല. പാലിയേറ്റീവ് വികിരണ ചികിത്സയുണ്ട്, കുറച്ചും കൂടെ സുഖം തരും. പാലിയേറ്റീവ് കീമോതെറാപ്പി ഉണ്ട്, കുറച്ചും കൂടെ സുഖം തരും. പാലിയേറ്റീവ് സർജറി ഉണ്ട്, മരണം അനായാസമാക്കും, അല്ലെങ്കിൽ ശിഷ്ടജീവിതം, മരണം വരെയുള്ള ജീവിതം അനായാസമാക്കും. അതൊന്നും രോഗം സുഖപ്പെടുത്താനുള്ളതല്ല, പാലിയേറ്റീവ് ചികിത്സയുടെ ഭാഗമാണ് അതൊക്കെ. അതുകൊണ്ട് മൊത്തം ആധുനിക ചികിത്സയെ തള്ളിപ്പറയുന്ന ഒരു ഏർപ്പാടാണ് പാലിയേറ്റീവ് കെയർ എന്നോ നമ്മൾ യൂത്തനേസിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ചികിത്സയെ വേണ്ട എന്നല്ല അർത്ഥം. ചികിത്സ വേണമെന്ന് തന്നെയാണ്. പക്ഷെ ഊന്നൽ അന്തസ്സോടെയുള്ള ജീവിതത്തിനും അന്തസ്സോടെയുള്ള മരണത്തിനുമായിരിക്കും. അങ്ങനെയാണ് നമ്മളത് വാസ്തവത്തിൽ ജനസമൂഹത്തിൽ ചർച്ചയ്ക്കെടുക്കേണ്ടത്. ഇത് പല ആംഗിളിൽ കൂടെ നമുക്ക് ഈ സുഖമരണത്തെ വീക്ഷിക്കാം. സ്വേച്ഛാനുസരണം, ഒരു തരം വളണ്ടറി ആയിട്ട് എനിക്ക് മതിയെന്ന് ഞാൻ തീരുമാനിക്കുന്നു, അതിന് നിങ്ങളെന്നെ സഹായിക്കുന്നില്ലെങ്കിലും എന്നെ ഉപദ്രവിക്കുന്നില്ല, അതേസമയത്ത് എനിക്ക് സാന്ത്വന പരിചരണം നൽകുന്നുണ്ട്. മറ്റൊന്ന് സ്വേച്ഛാനുസരണമല്ല. വിദഗ്ധർക്ക് മനസ്സിലായി ഞാനിനി തിരിച്ചു വരില്ല, പക്ഷേ എനിക്ക് വിദഗ്ധരോട് പറയാൻ പറ്റുന്നില്ല ഇത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാം. ഈ അവസ്ഥയിൽ വരുമ്പോൾ എന്നെ എന്ത് ചെയ്യണം ഞാൻ നേരത്തെ എഴുതി വയ്ക്കും. അതിനെയാണ് നമ്മൾ ലിവിങ് വിൽ എന്ന് പറയുന്നത്. അത് കൃത്യമായി എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ എന്ന് എഴുതി വയ്ക്കണം. അതിന് നമുക്ക് ചില വഴികളൊക്കെ ഉണ്ട്. അതിനൊരു പ്രത്യേക ഫോം ഞങ്ങൾ ഇന്ത്യൻ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി തയ്യാറാക്കിയിട്ടുണ്ട്. മലയാളത്തിലും അത് ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ഫോട്ടോ കോപ്പി ചിലവേ ഉണ്ടാവുള്ളൂ, അത് കൊടുത്താൽ മതി, അത് കിട്ടും. അത് ഒരു ഗസറ്റ് ഓഫീസറുടെ മുമ്പിൽ വെച്ച് 2 സാക്ഷികളുടെ സഹിതം ഒപ്പിടണം. ഗസറ്റ് ഓഫീസർ റൗണ്ട് സീൽ അവിടെ വെച്ചിരിക്കണം. ഇനി ഗസറ്റ് ഓഫീസർക്ക് വരാൻ കാശുണ്ടെങ്കിൽ നോട്ടറിയുടെ അടുത്ത് പോകാം. നോട്ടറിയുടെ അടുത്ത് നമുക്ക് കാശ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഗസറ്റ് ഓഫീസർ മതി. അത് രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം വാസ്തവത്തിൽ ഇപ്പോഴും സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല. അവിടെയാണ് ഒരു പ്രശ്നം. സർക്കാർ അത് ചെയ്യേണ്ടതാണ്. കാരണം ലോക്കൽ ബോഡി സെക്രട്ടറിക്ക് ഒരു കോപ്പി കിട്ടിയാൽ മതി. അപ്പോൾ അദ്ദേഹത്തിന് എക്കാലവും അതൊരു റെക്കോർഡായി. എന്നെ ഈ അവസ്ഥയിൽ എന്തെങ്കിലും ചെയ്താൽ മതിയെന്ന് തീരുമാനമെടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു കോപ്പി പഞ്ചായത്ത് ഓഫീസിലോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിലോ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സെക്രട്ടറിയുടെ പേരിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഡോക്ടർക്കും കൂടി ഞാൻ കൊടുക്കണം. അല്ലെങ്കിൽ എൻ്റെ വിശ്വാസമുള്ള എൻ്റെ മകനോ എൻ്റെ മറ്റു ബന്ധുക്കളോ അവരൊന്നുമില്ലെങ്കിൽ എൻ്റെ അടുത്ത സുഹൃത്തിനോ നൽകാം. അത് അനുസരിക്കാൻ ഡോക്ടർ ബാധ്യസ്ഥനാണ്. ഈ 1976 ഒക്കെ HIV മരണങ്ങളൊക്കെ അങ്ങനെ വരുന്ന സമയമായിരുന്നല്ലോ. ആ കാലത്താണ് വാസ്തവത്തിൽ ലൂയിസ് ക്യൂറ്റ്നർ എന്ന് പറയുന്ന ഒരു ലോയർ ഈ ലിവിങ് വിൽ, മലയാളത്തിൽ നമുക്കത് വേണമെങ്കിൽ മരണ താൽപ്പര്യപത്രം നമുക്കതിനെ പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാം. അതിങ്ങനെയാണ്, ഞാനത് വിവർത്തനം ചെയ്തതാണ്. ചികിത്സിച്ച് സുഖപ്പെടുത്താനാകാത്തതും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് ഉറപ്പായതുമായ അവസ്ഥയിൽ ഞാൻ നിബദിക്കുകയും ചികിത്സ തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ശേഷി എനിക്ക് നഷ്ടമാകുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ വേദനയകറ്റുകയും സുഖമരുളുകയും ചെയ്യാത്ത എല്ലാ ചികിത്സയും അവസാനിപ്പിക്കുകയും മരണം നീട്ടിവെക്കാൻ മാത്രം ഉതകുന്ന സംവിധാനങ്ങൾ പിൻവലിക്കുകയും വേണമെന്ന് ഞാൻ ഡോക്ടറോട് നിർദ്ദേശിക്കുന്നു. ഇതാണ് അതിൻ്റെ സബ്സ്റ്റൻസ്. ഇനി അത് എഴുതേണ്ട രീതിക്ക് അതിൻ്റെതായ പ്രത്യേക ഒരു ഫോമുണ്ട്. അത് എന്തെല്ലാം ചെയ്യണം, എന്തൊക്കെ ചെയ്തുകൂടാന്ന് ഡീറ്റെയിൽസ് കഴിക്കുന്നൊരു കാര്യമുണ്ട്. ഉദാഹരണം, ആ കാലത്ത് തന്നെ ഒരു പേനായ കടിച്ചാൽ എനിക്ക് സെഡേഷൻ നിർബന്ധമായിട്ട് തരണം. കാരണം പേയിളകിയ മരണം അസഹനീയമായിരിക്കുമല്ലോ. അപ്പോൾ ചില കാര്യങ്ങളിൽ എനിക്ക് ആധുനിക വൈദ്യത്തിൻ്റെ സഹായം വേണം. പേയിളകിയുള്ള മരണം ഏത് കാലത്തായാലും വലിയ ദുരന്തമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരിക്കലും ഈ ആധുനിക ചികിത്സയ്ക്ക് പുറംതിരിഞ്ഞ് നിൽക്കുന്നു എന്ന് പറയുന്നില്ല. അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല. അതേസമയം ഇനി തിരിച്ചു വരാത്തൊരാൾ ട്രാക്കിയോസ്റ്റോമി, ഗാസ്ട്രോസ്റ്റോമി ട്യൂബൊക്കെ ഇട്ട്
സലൈൻ കൊടുത്ത് കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകി വെൻറ്റിലേറ്ററിൽ എയർ കണ്ടീഷൻഡായ ഒരു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ഇവിടെ കിടന്നും കൂടി നീ നരകിച്ചിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ചെയ്യണോ? ഏകാന്തതയുണ്ടാവും, സ്വന്തം ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒന്നും കാണാനും പോലും പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ അയാളെ അവിടെ ഇട്ട് വധിക്കുന്നു ഞാൻ പറയില്ല, പക്ഷെ അവിടെ ഇട്ട് അവസാനം ഒരു പെട്ടിയിൽ പൊതിഞ്ഞും കൊണ്ട് തരും. അപ്പോഴേക്കും ഇയാൾക്ക് ന്യൂമോണിയ വെച്ചിട്ടാണ് മിക്കവാറും ICU കിടന്ന് മരിക്കുക. കാരണം ഒരുപാട് പേര് അവിടെ കിടക്കണ്ട, ഒരാൾക്ക് ഒരു റെസ്പിറേറ്ററി പ്രോബ്ലം ആണെങ്കിൽ എല്ലാവരും കിട്ടുകയും ചെയ്യും. അവസാനം അവിടെ നിന്ന് ഒരു പെട്ടിയിലാക്കി ഇങ്ങോട്ട് തരുന്നൊരവസ്ഥ. ഇത് ആരുടെ താല്പര്യം സംരക്ഷിക്കണേ? രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്, സ്വകാര്യ ആശുപത്രികളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കും. രണ്ടാമത്തേത്, ചില ബന്ധുക്കൾക്ക് പൊങ്ങച്ചം പറയാൻ പറ്റും. അതായത് എൻ്റെ അച്ഛൻ 40 ദിവസം ICU കിടന്നിട്ടാണ് മരിച്ചത്. അത് വലിയ ക്യാമാണല്ലോ. അതിന് ഞാൻ ഈ ആൽഡസ് ഹക്സ്ലി ഉണ്ടല്ലോ, ഫിലോസഫറായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധമുണ്ട്, സെലക്റ്റഡ് സ്നോബറീസ്, അതായത് തിരഞ്ഞെടുത്ത പൊങ്ങച്ചങ്ങൾ. ആ കൂട്ടത്തിലേക്ക് ഇതും കൂടെ പെടുത്താൻ വേണമെങ്കിൽ. അത്ര മോശമായൊരു സമീപനം നമ്മൾ വെച്ച് പുലർത്തരുത്. അപ്പം സ്വേച്ഛാനുസാര സുഖമരണമുണ്ട്, സ്വേച്ഛാനുസാരം അല്ലാത്തതുമുണ്ട്. കാരണം ഇനി ആൾ സാധാരണ ജീവിതത്തിലേക്ക് വരില്ല. അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായേക്കാമെന്നുള്ള നിലയ്ക്കാണ് ഞാനിത് എഴുതി വയ്ക്കണം. അതല്ലെങ്കിൽ ഈ എൻ്റെ ഇച്ഛ എന്താണെന്ന് അന്വേഷിക്കുന്നതിൽ പ്രസക്തി ഇല്ലാണ്ട് വരും. കാരണം ഞാൻ കോമയിലാണ്. അപ്പോഴും എൻ്റെ ഇച്ഛ എന്താണെന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റില്ല. ഞാൻ ഒരു വിധത്തിൽ റെസ്പോണ്ട് ചെയ്യില്ല, എന്നാൽ ഞാൻ മരിക്കുകയില്ല. അപ്പോൾ അവിടെയൊക്കെ പ്രയോജനപ്പെടും ഈ ലിവിങ് വില്ല് നേരത്തെ എഴുതിയാലും. അതാണ് അതിൻ്റെ ഒരു വലിയ പ്രസക്തി. വളരെ പ്രധാനമാണ്. ഇവിടെ നിയമവശവും കൂടി നോക്കേണ്ടതുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ സർക്കാർ ഇത് സംബന്ധിച്ച് സമഗ്രമായൊരു നിയമം നിർമ്മിക്കണം, അധികം നൂലാമാലകളില്ലാതെ. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി ഇത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ടല്ലോ. അതെല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ ഈ മരിക്കണ ആളെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നറിയാമോ? മെഡിക്കൽ ബോർഡ് വലിയൊരു സംഘം നോക്കണം, അത് കഴിഞ്ഞ് അവരുടെ റിപ്പോർട്ട് വരണം, പിന്നെ അത് DMOൻ്റെ കോൺസ്റ്റിറ്റ്യൂട്ട് വേറൊരു സംഘം റിവ്യൂ ചെയ്യണം, പിന്നെ ജില്ലാ മജിസ്ട്രേറ്റ് വരണം, എന്നാൽ തൂക്കിക്കൊല്ലാനോ ഒറ്റ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നൂലാമാലകൾ സൃഷ്ടിച്ച് എന്താണോ ലക്ഷ്യം അതിന് തടസ്സം നിൽക്കുന്ന ഒരു നിയമമാകാൻ പാടില്ല. അതിന് പകരം സമഗ്രമായതും ലളിതമായ ഒരു നിയമം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് മരണം സംബന്ധിച്ച്. തീർച്ചയായിട്ടും ഭിഷഗ്വരന് അവിടെ പങ്കുണ്ട്. കാരണം അദ്ദേഹമാണല്ലോ പാലിയേറ്റീവ് കെയർ നടത്തുന്നത്. ഇദ്ദേഹത്തിന് മരണത്തിൻ്റെ അവസാന നിമിഷം വരെ വേദന അനുഭവിക്കരുതല്ലോ. ഇവിടെ ഞാനൊരു കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ സൂചിപ്പിക്കാം. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ചികിത്സയെ നിഷേധിക്കുക എന്നുള്ളതല്ല യൂത്തനേസിയയുടെ ലക്ഷ്യം. അതുപോലെ പാലിയേറ്റീവ് കെയറിൻ്റെ ലക്ഷ്യവും ചികിത്സാ നിഷേധമല്ല. എൻ്റെ ഒരു വിദ്യാർത്ഥി ഒരിക്കൽ എന്നെ കാണാൻ വന്നപ്പോൾ അയാൾക്ക് ചെറിയൊരു ജാള്യതൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം പൊടി വില്ലനൊക്കെ ആയിരുന്നു പഠിക്കുന്ന കാലത്ത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കായിരുന്നു ക്യാൻസർ. സ്വകാര്യ ഭാഗങ്ങളിൽ തുടങ്ങിയ ഒരു സ്കിൻ ക്യാൻസർ ആയിരുന്നു, മാലിഗ്നൻ്റ് മെലനോമ. പിന്നെ അത് ആകെ വ്യാപിക്കുകയും ശരീരത്തിൻ്റെ ഉള്ളിലെ അവയവങ്ങളെ പോലും ബാധിക്കുകയും അവസാനം ഈ ക്യാൻസർ കോശങ്ങൾ അയാളുടെ സ്ത്രീയുടെ മലാശയം തന്നെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. അതോടെ തീവ്രവേദനയും പ്രയാസവും എടുത്ത് ഈ സ്ത്രീ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ ആദ്യം പറയുന്നത് ഈ പാലിയേറ്റീവ് കെയർ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറഞ്ഞാൽ ഇവർക്കൊരു പാലിയേറ്റീവ് സർജറി വേണമെന്നാണ്. കാരണം മരിക്കുന്ന നിമിഷം പ്രെഡിക്റ്റ് ചെയ്യാൻ ലോകത്തൊരാൾക്കും പറ്റില്ല. അപ്പോൾ മരിക്കുന്നവരെ സുഖമായി ജീവിക്കണമെങ്കിൽ പാലിയേറ്റീവ് കെയറിൻ്റെ ഭാഗമായി പാലിയേറ്റീവ് സർജറി നടത്തണം. ഇതുപോലെ പാലിയേറ്റീവ് കീമോതെറാപ്പി ഉണ്ട്, പാലിയേറ്റീവ് റേഡിയേഷൻ ഉണ്ട്. ഇതിനെയൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല, ഇതൊക്കെ ആവശ്യവുമാണ് ഇവയിൽ. പക്ഷെ അതേസമയം ഊന്നൽ രോഗിയുടെ ക്ഷേമത്തോടൊപ്പം രോഗിയെ എല്ലാത്തരം വേദനകളിലും പീഡകളിൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ളതാണ്. മരണം അതിൻ്റെ വഴിക്ക് വരട്ടെ. വലിയൊരു ചർച്ച വരുമ്പോൾ ആദ്യം കയറി വരിക മതവും ദൈവമാണ്. ദൈവത്തിൻ്റെ വരദാനമാണ് ജീവൻ. ഈ ജാതി ചർച്ചകളെ കൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം ഇതിന് വാസ്തവമായി യാതൊരു ബന്ധവും ഇല്ലെന്നേ.
നമ്മൾ ഒപ്പാരൻ്റെ ജീവോൽപത്തിയെക്കുറിച്ചും ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചും അതിൻ്റെ ഏറ്റവും പുതിയ നിർത്തടയാള സന്തുലിത എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്, ഒരു തിയറി ഉണ്ട് സ്റ്റീഫൻ ജെ ഗോൾഡിന്. അതിനെയൊക്കെ ചർച്ച ചെയ്യുന്ന കാലത്താണ് ദൈവത്തിനെ വിളിച്ചുകൊണ്ട് വരുന്നത്. ഇത് തികഞ്ഞും ശാസ്ത്രീയവും സൈദ്ധാന്തികവുമായൊരു വിഷയമാണ്. അവിടെ ദൈവത്തിന് യാതൊരു പ്രസക്തിയുമില്ല, രോഗിക്കാണ് പ്രസക്തി. തീർച്ചയായിട്ടും രോഗിക്ക് ആ സമയത്ത് അയാളുടെ മതഗ്രന്ഥം വേണമെന്നോ അല്ലെങ്കിൽ മതത്തിൻ്റെ അടയാളം കാണിക്കുന്ന ഒരു ഉപകരണം വേണമെന്നോ അല്ലെങ്കിൽ ഇഷ്ടദൈവത്തിൻ്റെ വിഗ്രഹമോ ചിത്രമോ വേണമെന്നോ വെച്ചാൽ നമുക്ക് കൊടുക്കാം, അതിന് വിരോധമില്ല. കാരണം അത് അയാളുടെ വേദന കുറയ്ക്കുന്നതിൽ ഒരു പങ്കുണ്ട് അതിന്. അതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. കാരണം ആ സമീപനവും ശാസ്ത്രീയം തന്നെയാണ്. അത്ഭുതകരം എന്ന് പറയട്ടെ, താരതമ്യേന ആരും അറിയാത്തൊരു രാജ്യം ആണ് ഉറുഗ്വേ. ഉറുഗ്വയാണ് ഇത് സംബന്ധിച്ച് ആദ്യമായി ഒരു നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കുന്നത് 1933. അത് പറഞ്ഞു തന്നെ അനുകമ്പാധിഷ്ഠിതമായ സുഖമരണം നിയമവിരുദ്ധമല്ല എന്ന് സ്ഥാപിക്കുന്നത്. തീർച്ചയായിട്ടും അത് കമ്പാഷനേറ്റ് ആണ്, അനുകമ്പയ്ക്കാണ് അവിടെ പ്രാധാന്യം. ആ അനുകമ്പ അർഹിക്കുന്ന വിധത്തിൽ ഒരാളെ മരിക്കാൻ അനുവദിക്കുക, അത് വളരെ പ്രധാനമാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും കുറേ വികസിത രാജ്യങ്ങൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ എന്നൊക്കെ അറിയും. ഉറുഗ്വേ അത്ര വലിയ വികസിത രാജ്യമൊന്നും പറയാനൊക്കില്ല, ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രമാണ്. ബെൽജിയം, ലക്സംബർഗ്, നെതർലാൻഡ്, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, ഇവരൊക്കെ ഈ നിയമം, അതായത് സുഖമരണത്തെ അംഗീകരിക്കുന്ന നിയമങ്ങൾ പാസ്സാക്കി. 2016 കാനഡ. നെതർലൻഡ് ഒരു പ്രത്യേകതയുണ്ടായി. 2002 നെതർലൻഡ് ചെയ്തൊരു കാര്യം, കുട്ടികൾക്കും സുഖമരണമാകാം. അതായത് കുട്ടികളെ യൂത്തനേസിക്ക് വിധേയമാക്കാം, കുട്ടികളുടെ രക്ഷിതാക്കൾ സമ്മതിക്കണം, കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ സമ്മതിക്കണം. അതുണ്ടെങ്കിൽ കുട്ടിയോട് പിന്നെ ചോദിക്കണമല്ലോ, കുഞ്ഞല്ലേ. ഇത് സംബന്ധിച്ച് വളരെ പ്രസിദ്ധമായൊരു ജഡ്ജ്മെൻറ്റ് നടന്നിട്ടുണ്ട്, അത് ഇംഗ്ലണ്ടിലാണ്. തീർച്ചയായിട്ടും ആ കാര്യം ഒന്ന് പ്രത്യേകം നമ്മൾ പറഞ്ഞേ മതിയാവും. ഇംഗ്ലണ്ടിൽ ഈ സുഖമരണം സംബന്ധിച്ച കാര്യമായ നിയമമൊന്നും ഇല്ലെങ്കിലും അവിടെ ഒരു പ്രസിദ്ധമായ വിധി ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ഹൈക്കോടതിയുടെ കുടുംബ വിഭാഗം, ആ വിഭാഗത്തിലെ ജഡ്ജി ജസ്റ്റിസ് നിക്കോളസ് ഫ്രാൻസിസ് ആണ് വിധി പുറപ്പെടുവിച്ചത്. 2017 ഏപ്രിൽ 11, അതായത് ജസ്റ്റ് 5 കൊല്ലം മുമ്പ്, 17 8 കൊല്ലം മുമ്പ്. അവിടെ ഒരു കുട്ടി 8 മാസം പ്രായമുള്ളൊരു ആൺകുഞ്ഞാണ്. അയാൾക്ക്, ഈ കുഞ്ഞിന് ക്യാൻസറല്ല, MDDS എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു രോഗമാണ്. അതിൻ്റെ ഫുൾ ഫോം എന്നത് മൈറ്റോകോൺട്രിയൽ DNA ഡിപ്ലീഷൻ സിൻഡ്രോം എന്നാണ്. ഇതാണ് കുട്ടിയുടെ പ്രശ്നം. കുട്ടി ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ്, പേശികളൊക്കെ ശോഷിക്കുന്നു, എല്ലും തോലുമായി, അതിൻ്റെ അപ്പുറമായി അസഹനീയമാണ് കാണുമ്പോൾ തന്നെ. പക്ഷേ രക്ഷിതാക്കൾ ആശ കൈവിട്ടില്ല, അവർ പണം പിരിക്കാൻ തുടങ്ങി. എവിടെ ചികിത്സയുണ്ടെങ്കിലും, എത്ര ചികിത്സയുണ്ടെങ്കിലും, എത്ര പണം വേണമെന്ന് ചിലവഴിക്കാം, ഞങ്ങളെ തന്നെ വിൽക്കാം, ഞങ്ങൾ പണം സ്വരൂപിക്കാം, സുഹൃത്തുക്കളൊക്കെ പണം അയച്ചു കൊടുക്കുകയാണ്. അവസാനം ആരോ ഒരു ആൾ കോടതി കേസ് കൊടുത്തു, ഈ കുഞ്ഞിനെ ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കോടതി രക്ഷിതാക്കളുടെ ഭാഗം കേട്ടു, ഡോക്ടർമാരുടെ ഭാഗം കേട്ടു. ഇങ്ങനെയുള്ള രോഗാവസ്ഥയിൽ കുഞ്ഞിനെ എങ്ങനെ രക്ഷിക്കാം എന്ന് ചോദിച്ചു. അപ്പോൾ ആകെ ഉണ്ടായത് ഒരു പ്രത്യേക തെറാപ്പിയാണ്. ന്യൂക്ലിയോസൈഡ് തെറാപ്പി എന്നാണോ ന്യൂക്ലിയോട്ടൈഡ് തെറാപ്പി എന്നാണോ പേരെന്ന് എനിക്ക് ഓർമ്മയില്ല. അതാണ് ഇനി ഒരു അറ്റ കൈക്ക് പ്രയോഗിക്കാനുള്ളത്. അപ്പോൾ കോടതി ആവശ്യപ്പെട്ടത് ഈ ചികിത്സ വഴി ആരെങ്കിലും രക്ഷപ്പെട്ട കേസുണ്ടോ ഞാൻ. അപ്പോൾ മറുപടിയില്ല. അപ്പോൾ ഡോക്ടർമാരുടെ ഒരു ടീമിനോട് പറഞ്ഞു, ഈ ന്യൂക്ലിയോസൈഡ് അല്ലെങ്കിൽ ന്യൂക്ലിയോട്ടൈഡ് തെറാപ്പി എന്ന് പറയുന്നത് ചെയ്ത് അല്ലെങ്കിൽ അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീമുമായി ബന്ധം സ്ഥാപിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഗവേഷണ വികസന ദശയിലാണ്. അപ്പോൾ ജഡ്ജിയുടെ വിധി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2017 ഏപ്രിൽ 11. ആ വിധിയിലെ ചില വാക്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഈ കുഞ്ഞിനെ ഈ പ്രത്യേക ചികിത്സയ്ക്ക് വിധേയമാക്കുന്നത് വഴി ചികിത്സാശാസ്ത്രത്തിന് ഒരുപാട് നേട്ടം ഉണ്ടാകും.
അത് സമ്മതിച്ചു. ഈ കുഞ്ഞിൻ്റെ രക്ഷിതാക്കൾക്ക് ഈ കുഞ്ഞ് എത്രയും കാലം തങ്ങളുടെ കൂടെ ജീവിച്ചിരിക്കണം എന്ന് പറഞ്ഞ് അവർ എടുത്ത എഫർട്ടിനും കമ്മിറ്റ്മെൻറ്റിനും ഒക്കെ കോടതി മുക്തകണ്ഠം പ്രശംസ ചൊരിഞ്ഞു. പക്ഷെ ഒരു ചോദ്യം ഉന്നയിച്ച്, ഈ കുട്ടിയുടെ ഉത്തമ താല്പര്യം എന്താണ്? ഈ അവസ്ഥയിൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്നോ മരണം വരെ, അതോ സുഖമായി മരണമടയുന്നതോ? അപ്പോൾ കുട്ടിയുടെ താല്പര്യം, കുട്ടിയുടെ ഉത്തമ താല്പര്യം കോടതി നിശ്ചയിച്ചു. കുഞ്ഞിനെ സാന്ത്വന പരിചരണം ഒഴികെ ബാക്കി ഒരു ചികിത്സയും വേണ്ട, മറ്റെല്ലാ ചികിത്സയും നിർത്തിവെക്കുക. കുട്ടി സുഖമരണം വരിച്ചു. അപ്പം കുട്ടികൾക്ക് പോലും സാധ്യമാണ്. ഇവിടെ 98 വയസ്സുള്ള അപ്പാപ്പനെ ഒരു ശ്വാസതടസ്സത്തിൻ്റെ പേരിൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് ട്രക്കിയോസ്റ്റോമി ഇവിടെ തുളച്ചിട്ട് ഒരു ട്യൂബ് അകത്തേക്ക് കിടത്തി, അന്നനാളത്തിൽ തടസ്സമുള്ളതുകൊണ്ട് നേരിട്ട് ആമാശയത്തിലേക്ക് ഒരു ട്യൂബ് കിടത്തി, അതിൽ കൂടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് 12 ദിവസം ICU കിടത്തി, കനത്ത ഒരു ബില്ല് ദിവസം ഒരു 25,000 രൂപ വെച്ചിട്ട് അത് കഴിഞ്ഞ അവസാനം അപ്പാപ്പനെ ഒരു പെട്ടിയിലാക്കി ഇങ്ങോട്ട് തരും. അതിനു മുമ്പ് അപ്പാപ്പന് നിറച്ചോണം ബ്രെഡ് സോറൊക്കെ വന്നിട്ടുണ്ടാവും പുറത്ത്. ഈ ഇടപാട് നിർത്തണം. ഈ അപ്പാപ്പന് സുഖമായി മരിക്കാനുള്ള അവകാശമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മനുഷ്യാവകാശമാണ്. നോക്കണം, ഈ 98 വയസ്സായ അപ്പാപ്പനെ ശുശ്രൂഷിക്കുന്ന മകന് 70കളിലാണ് മകൻ പ്രായം. ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചുമന്നുകൊണ്ട് കിടക്കുന്നത്? അതുകൊണ്ട് സുഖമരണം വളരെ പ്രധാനം തന്നെയാണ്. അത് വളരെ സക്രിയമായിട്ട് വേണോ, അതോ എന്തെങ്കിലും വെച്ചു അവർ ചില സെഡേറ്റീവ്സ് കൊടുത്തിട്ട് അവസാനിപ്പിക്കണം? അതല്ല, എല്ലാ ജീവനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും മാറ്റി വേദനയും പീഡനവും കുറയ്ക്കാനുള്ള ഔഷധങ്ങൾ മാത്രം നൽകി മരണത്തിന് വിട്ടുകൊടുക്കണം? അതാണ് പിന്നത്തെ ഒരു ചോദ്യം. രണ്ടാമത്തേത് നമ്മൾ നിയമവിരുദ്ധമല്ല എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വിധി. സ്വിറ്റ്സർലൻഡിൽ ഉള്ള ഒരു കേസ് പ്രത്യേകം പറയണം. സ്വിറ്റ്സർലൻഡ് 1942 തന്നെ നിയമം വന്നു. ഉറുഗ്വേയുടെ ആ ചുവട് പിടിച്ചിട്ട് വന്ന അവിടെ യൂത്തനേസ്യ ലീഗലാണ്. സ്വാർത്ഥവും കുടിലവുമായ താല്പര്യം മുൻനിർത്തി ഒരാളെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത് മാത്രമേ കുറ്റകൃത്യമുള്ളൂ. അതായത് സ്വാർത്ഥവും കുടിലവുമായ യാതൊരു താല്പര്യവും ഇല്ലെങ്കിൽ ഇനി സാധാരണ ജീവിതത്തിലേക്ക് പോകുന്ന ഒരാളോട് എനിക്ക് പറയാമെന്ന്, അങ്ങേക്ക് ഇനി വലിയ രക്ഷയൊന്നുമില്ല, അങ്ങേക്ക് ഒരു സുഖമരണമായിക്കൂടെ എന്നൊക്കെ എനിക്ക് ചോദിക്കാം. അതവിടെ നിയമവിരുദ്ധമല്ല. ടെർമിനലി ഇങ്ങനെ ആയിട്ടുള്ള ഏവർക്കും ഈ സുഖമരണം വരിക്കാം. തമാശ എന്താണെന്ന് വെച്ചാൽ മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇതിനനുകൂലമായ നിയമമില്ലാത്തതുകൊണ്ട് ആളുകളൊക്കെ സ്വിറ്റ്സർലൻഡിൽ പോയി ഈ ഇതിന് വിധേയമാക്കാൻ തുടങ്ങി. ഓഫ്കോഴ്സ് മനുഷ്യാവകാശ പ്രവർത്തകരും ഉണ്ട് അതിൽ. അവർ ചിലർ അതിനെ സൂയിസൈഡ് ടൂറിസം എന്ന് വിളിച്ചു. അത് വലിയ വിഷമമായിപ്പോയി. നാട്ടിലും വലിയ ബഹളം ഉണ്ടായി, സ്വിറ്റ്സർലൻഡിലും കുറച്ച് ബഹളമൊക്കെ ഉണ്ടായി. ചിലർ പറഞ്ഞ് ഈ പരിപാടി നിർത്തണം, ചുരുങ്ങിയ വർഷം പുറത്തുനിന്നുള്ളവർക്കെങ്കിലും കൊടുക്കണം, നമ്മുടെ നാട്ടുകാർക്ക് അനുവദിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഒരു റെഫറൻഡം നടന്നു, ശരിക്കും ജനഹിത പരിശോധന. ജനഹിത പരിശോധന എന്താ ഉണ്ടായെന്നറിയാമോ? ജനങ്ങൾ പറഞ്ഞത്, വൻഭൂരിപക്ഷത്തോടെ പറഞ്ഞത്, അന്തസ്സോടെയുള്ള മരണം ഏതൊരു മനുഷ്യൻ്റെയും, ഏതൊരു പുരുഷൻ്റെയും, ഏതൊരു സ്ത്രീയുടെയും, ഏതൊരു കുഞ്ഞിൻ്റെ പോലും അത്യാസന്ന നിലയിലാണ്, അവകാശമാണ്. അതുകൊണ്ട് പുറമേയിൽ നിന്ന് വരുന്നവർക്കും ഈ സൗകര്യങ്ങൾ നൽകണം. അത് ധർമ്മമാണെന്നാണ് അവർ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ ഇതിനെ എതിർത്തവർക്കെല്ലാം വായടഞ്ഞു പോയി. കാരണം ജനം അതാണ് തീരുമാനിച്ചത്. ജനങ്ങളുടെ തീരുമാനം സർവ്വപ്രധാനമാണ്. പിന്നീടാണ് അതിനിടയിൽ അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ചില നിയമങ്ങൾ വന്നു. എൻഡ് ഓഫ് ലൈഫ് ഓപ്ഷൻസ് ആക്ട്, അമേരിക്കൻ ചില സംസ്ഥാനങ്ങൾ. വേറെ ചില സമയത്ത് ഡെത്ത് വിത്ത് ഡിഗ്നിറ്റി ആക്ട്, ഇതൊക്കെ വന്നു. തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് ചില പ്രോട്ടോക്കോളുകളുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇത് സംബന്ധിച്ച് 22 ചോദ്യങ്ങളുണ്ട്. അത് രോഗികളും ബന്ധുക്കളും ഒക്കെ ആൻസർ ചെയ്യേണ്ടതാണ്. അവർക്കൊക്കെ കൊടുക്കും ചോദ്യാവലി. അത് കഴിഞ്ഞിട്ടാണ് ചർച്ച ചെയ്ത് ഈ യൂത്തനേസിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം ലൈഫ് സപ്പോർട്ട് പിൻവലിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോലും തീരുമാനമെടുക്കുള്ളൂ. കാരണം രോഗിയുടെ മാനസിക നില, സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ, കുടുംബത്തിൻ്റെ അഭിപ്രായം, ഇതൊക്കെ പരിഗണിക്കണമല്ലോ.
കുടുംബമില്ലെങ്കിൽ അവിടെ ഏറ്റവും പ്രധാന അടുത്ത സുഹൃത്താണ്. ചില വിദേശ രാജ്യങ്ങളിലൊക്കെ മരണങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് നെതർലാൻഡിൽ ഒരു ദമ്പതികളുടെ കേസ്. അവിടെ ഭർത്താവിന് സ്ട്രോക്കാണ്, അങ്ങനെ കിടക്കുകയാണ്. 6-7 കൊല്ലം ഭാര്യ ശുശ്രൂഷിക്കുകയാണ്. അതേസമയം ഭർത്താവിന് ചെറുതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നീടാണ് മനസ്സിലാവുന്നത് ഭാര്യയ്ക്ക് ഡിമെൻഷ്യയും കൂടെ തുടങ്ങി, സ്മൃതിക്ഷയം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒരു തീരുമാനം എടുക്കുകയാണ്. സഹായിക്കാൻ ഡോക്ടറുണ്ടായിരുന്നു, ഒരു 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 ഫിലോസഫർ ഉണ്ടായിരുന്നു, സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു, ലീഗൽ എക്സ്പെർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ സുഖമരണം വരിച്ചു ഡോക്ടറുടെ സഹായത്തോടെ തന്നെ. അതവിടെ കുറ്റകൃത്യമല്ല. ചില രാജ്യങ്ങളിൽ 2 ഡോക്ടർമാർ കൂടി തീരുമാനിക്കാം. രോഗിക്ക് സമ്മതവും കൂടാണ്ട് 2 ഡോക്ടർമാർ ഒരാൾ ഒറ്റയ്ക്ക് തീരുമാനിക്കാം, 2 പേര് കൂടി പിന്നെ പ്രോസിക്യൂഷൻ ചീഫിനെ വിവരം അറിയിക്കണം, എന്താ ഇങ്ങനെ നടക്കാൻ പോകുന്നുണ്ട്. വിവരം അറിയിച്ചാൽ മതി. പ്രോസിക്യൂഷൻ ചീഫ് ഇവിടെ വരണമെന്നൊന്നുമില്ല. എങ്കിൽ ഡോക്ടർമാരുടെ പേരിൽ പിന്നെ കേസ് ഉണ്ടാവില്ല. അത്ര ലളിതമായിട്ടുണ്ട്. നമ്മളതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ അരുണ ഷാബാഗിൻ്റെ കേസ് വന്നപ്പോഴാണ് ഈ കാര്യം ഒരു ചർച്ചയ്ക്ക് വന്നത്. വാസ്തവത്തിൽ അതിനു മുമ്പ് തന്നെ കോമൺ കോസ് എന്ന് പറഞ്ഞൊരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ഈ കാര്യം ടേക്കപ്പ് ചെയ്തിരുന്നു. പക്ഷെ അരുണ ഷാബാഗ് ഈ ഏകദേശം ഒരു 1973 നവംബർ 27 മുതൽ കിടന്നിട്ട് 2015 മെയ് 18 മരിച്ചത്. അതുവരെ അവർ വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ KM ആശുപത്രിയിൽ കിടന്നു. ശരിക്ക് ഒരു ചെറിയതായിട്ട് മരുന്നൊക്കെ മോഷ്ടിച്ച ഒരു ആളെ അവർ കൈയോടെ പിടിക്കുകയും ഞാൻ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ചെയ്ത ഒരു വിദ്യയാണ് പട്ടിച്ചങ്ങല ഉപയോഗിച്ചിട്ട് കഴുത്ത് മുറുക്കി. അങ്ങനെയാണ് ശ്വാസം വിട്ടിട്ട് കിടപ്പിലായിപ്പോയത്. പക്ഷെ ഇത്രയും കൊല്ലം അവരെ ശുശ്രൂഷിച്ചു. 42 കൊല്ലത്തിലേറെ ശുശ്രൂഷിച്ചു. അവരെ ശുശ്രൂഷിച്ച അവരെ സഹപ്രവർത്തകരായ നഴ്സുമാരും ഡോക്ടർമാരും തന്നെയാണ്. അതിനിടയിലാണ് നമ്മുടെ പിങ്കി വിറാനി ഒരു കേസ് ആയിട്ട് ഇവരെ മരിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് ഉള്ള കേസുമായിപ്പോയത്. അതിനു മുമ്പേ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമൺ കോസിൻ്റെ ആളുകൾ കൊടുത്തൊരു കേസ് ഉണ്ട്. പക്ഷേ ഈ കേസാണ് ശ്രദ്ധിക്കപ്പെട്ടത്. പിങ്കി വിറാനിയോട് അവരുടെ ആത്മാർത്ഥയെ കോടതി അംഗീകരിച്ചെങ്കിലും അവർക്കിവിടെ അവകാശമില്ല. കാരണം അവർ ഇവരുടെ അടുത്ത സുഹൃത്ത് പോലുമല്ല, കുടുംബാംഗമല്ല. അടുത്ത കുടുംബാംഗങ്ങൾ കഴിഞ്ഞ പിന്നെ ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട അടുത്ത സുഹൃത്ത് അതല്ല. അങ്ങനെ വിധി പ്രഖ്യാപിക്കുന്നതിനോട് തുടർന്ന്, അതായത് ആശുപത്രി അധികൃതരും അവരെ ഇതുവരെ ശുശ്രൂഷിച്ച നഴ്സുമാരും തീരുമാനിക്കട്ടെ എന്നാണല്ലോ പറഞ്ഞത്. അതിനെ തുടർന്നാണ് പിന്നെയാണ് ഈ കോമൺ കോസ് കൊടുത്ത ഹർജിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഈ യൂത്തനേസിയ ഏതാണ്ട് അംഗീകരിക്കുന്ന ഒരു വിധി വന്നത്. ആ വിധിക്ക് അന്ന് പുറപ്പെടുവിച്ച ജഡ്ജിമാരുടെ പേര് പ്രത്യേകം പ്രസ്താവ്യമാണ്. അന്നത്തെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര, ജസ്റ്റിസ് അശോക് ഭൂഷൺ, ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, പിന്നെ അദ്ദേഹം ചീഫ് ജസ്റ്റിസായി, ജസ്റ്റിസ് AK സിക്രി, ജസ്റ്റിസ് AM ഖാൻ. ഈ 5 അംഗ സമിതിയാണ് ഇങ്ങനെ ഇത് സംബന്ധിച്ച് ഈ സുഖമരണം സംബന്ധിച്ച അഥവാ വിധി പറയുന്നത്. അവിടെയാണ് ഈ ലിവിങ് വില്ല് എന്ന് പറയുന്നൊരു സംഗതി വരുന്നത്. ലിവിങ് വില്ല് എഴുതുന്നത് നിയമവിധേയമാകണം അതോടെ. പക്ഷേ ലിവിങ് വില്ല് അനുസരിച്ച് ഇപ്പോൾ ഞാൻ ലിവിങ് വില്ല് എഴുതി വെച്ചിട്ടുള്ള ആളാണ്. പക്ഷേ ഞാൻ കിടക്കുമ്പോൾ ഇന്നത്തെ നിലയ്ക്ക് എനിക്ക് ഞാൻ മരിച്ച് നല്ലോണം പടഞ്ഞിട്ട് തന്നെ മരിക്കുള്ളൂ. കാരണം വലിയൊരു മെഡിക്കൽ ബോർഡ് തന്നെ പരിശോധിക്കണം, എൻ്റെ ഡോക്ടർമാർ തീരുമാനിച്ചിട്ടുണ്ടാവണം, പിന്നീട് EMO നിശ്ചയിച്ച ഒരു ന്യൂറോളജിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, മറ്റേ വേറെ മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ് ഉള്ളൊരു ബോർഡുണ്ട്, അവർ നിശ്ചയിക്കണം, ജില്ലാ മജിസ്ട്രേറ്റ് തീരുമാനിക്കണം, പിന്നെ അദ്ദേഹത്തിനെ കാണണം. ഞാൻ നിസ്സഹായാവസ്ഥയിൽ കിടക്കുകയായിരിക്കും. ഒരുപക്ഷെ എൻ്റെ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ എൻ്റെ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലും ഉണ്ടാവും. അപ്പോൾ ഈ സങ്കീർണമായ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയും കാലം രോഗി പീഡനം അനുഭവിക്കണം. അതിനു പകരം അതുകൊണ്ടാണ് പാലിയേറ്റീവുകാരെ ഈ
ഒരിക്കലും ഒരു യൂത്തനേസിയ അംഗീകരിക്കുന്നേ ഇല്ല. യൂത്തനേസിയ മീൻസ് മേർഡർ എന്നാണ്. ഡോക്ടർ ദിവാകരനാണല്ലോ ഞങ്ങളുടെ ഇതിലൊക്കെ. അദ്ദേഹം എപ്പോഴും പറയാറുള്ളത് യൂത്തനേസിയയുടെ പ്രശ്നം ദാറ്റ് ഇസ് മേർഡർ. അതിന് പകരം പാലിയേറ്റീവ് കെയർ കൊടുക്കുക. തീർച്ചയായിട്ടും ഒരാൾ പാലിയേറ്റീവ് കെയർ കിടക്കുമ്പോൾ വേറെ ചില പ്രശ്നങ്ങൾ വരും. അയാൾക്ക് സെഡേറ്റീവ്സ് കൊടുക്കണം, മോർഫിൻ കൊടുക്കണം. മോർഫിൻ്റെ അളവ് കൂട്ടി കൊണ്ടുവരും. ചിലപ്പോൾ ഫെൻറ്റാനിൽ പോലത്തെ മോർഫിനേക്കാൾ വീര്യമുള്ള ഔഷധങ്ങൾ അതിൻ്റെ അളവും കൂട്ടേണ്ടി വരാം. മെത്തഡോൺ പോലുള്ള മരുന്നുകൾ കൊടുക്കണം, അതിൻ്റെ അളവും കൂട്ടേണ്ടി വരാം. ഒരു ഘട്ടം എത്തിയെന്ന് വിചാരിക്കുക, തൊട്ടാ വേദനിക്കും, ഇറങ്ങിയാൽ വേദനിക്കും. ഞാൻ അലോഡൈനിയ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ട്. കാറ്റ് കൊണ്ടാ വേദന എടുക്കും. എന്തിനാണ് ആ മനുഷ്യന് വേണ്ടിയിട്ട് ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ആരാണ് ഈ വാദിക്കുക? അവർ ഏറ്റവും വലിയ മനുഷ്യവിരുദ്ധരാണ്. അലോഡൈനിയ പോലത്തെ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്ന അവസ്ഥ ഉള്ള ഒരാളെ മരണത്തിന് വിട്ടുകൊടുക്കണ്ടേ? അയാൾ മരിക്കുക എന്നുള്ളത്, അയാളെ മരണത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളത് വാസ്തവം പറഞ്ഞാൽ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രവർത്തനമല്ലേ എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ നിലയ്ക്ക് ഉള്ള കേരള ഗവൺമെൻറ്റും കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു. പക്ഷേ കേരള ഗവൺമെൻറ് ആയാലും മറ്റ് സർക്കാരുകളായിട്ടും ചെയ്യേണ്ടത് ഇത് സംബന്ധിച്ച് സമഗ്രമായൊരു നിയമമാണ്. പാലിയേറ്റീവ് കെയറിന് തന്നെ ആയിരിക്കണം ഊന്നൽ. ലിവിങ് വിൽ എഴുതാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് വരുത്തണം. അത് സംബന്ധിച്ച തീരുമാനമെടുക്കാൻ, അഥവാ നമുക്ക് എല്ലാ ലൈഫ് സപ്പോർട്ടുകളും മാറ്റി ഒരു രോഗിയെ സുഖമായി മരണത്തിന് വിട്ടുകൊടുക്കാൻ ഉള്ള ഒരു സാഹചര്യം, ഒരു നിയമപരമായ സാഹചര്യം, ഒരു ലീഗൽ സാങ്ഷൻ ഉണ്ടാവണം. അതിന് പറ്റിയ നിയമമായിരിക്കണം നിർമ്മിക്കേണ്ടത്. തീർച്ചയായിട്ടും അത് ഏത് സംസ്ഥാന സർക്കാരോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആര് ചെയ്താലും അത് ഏറ്റവും വലിയ മനുഷ്യ സേവനമായിരിക്കും. കാരണം അതാണ് അന്തസ്സോടെയുള്ള മരണം. അന്തസ്സോടെയുള്ള മരണം അന്തസ്സോടെ ഉള്ള ജീവിതത്തിൻ്റെ അവശ്യ ഘടകം തന്നെയാണ്. നമ്മൾ അയാളെ മരിക്കാൻ സഹായിക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. ലൈഫ് സപ്പോർട്ടുകൾ നീക്കുന്ന ഒരു തരം പാസീവായ രീതിയാണ്, മറ്റത് ആക്റ്റീവായ രീതിയാണ്. ആക്റ്റീവായ രീതി ഇവിടെ നിയമം അനുവദിക്കുന്നില്ല. എന്നാൽ ചില ഫിലോസഫേഴ്സ്, അതുപോലെ നൈതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഈ ആക്റ്റീവ് യൂത്തനേസിയ എന്ന് പറയുന്നതിനെ അനുകൂലിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് ഞങ്ങൾ അവിടെ പാലിയേറ്റീവ് കെയറിൽ എപ്പോഴും ഇതൊരു ചർച്ചയ്ക്ക് വരുന്ന വിഷയമാണ്. ഇതിലൊക്കെ ഡോക്ടർ ദിവാകരൻ ആക്റ്റീവ് യൂത്തനേസിയ മീൻസ് മേർഡർ എന്നാണ് പറയുന്നത്. കൊല്ലുക തന്നെയാണ് ചെയ്യുന്നത്. അത് ഒരു അർത്ഥത്തിൽ നോക്കിയാൽ ശരിയാണ്. പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ഈ മനുഷ്യൻ കിടന്ന് പെടയുമെങ്കിലോ? പിന്നെ എല്ലാ ലൈഫ് സപ്പോർട്ടും നീക്കിയിട്ടും ചിലപ്പോൾ വർഷങ്ങളോളം കഴിയും. അങ്ങനെ സംഭവങ്ങളുണ്ടായിട്ടുണ്ട് ഇന്ത്യയിലല്ലെങ്കിലും. അപ്പോൾ അത്രയും കാലം ഇയാൾ സഫർ ചെയ്യുകയും ചെയ്യും. അപ്പോഴൊക്കെ പാലിയേറ്റീവ് കെയറുകാർ പറഞ്ഞു, അപ്പോഴൊക്കെ പാലിയേറ്റീവ് കെയർ ഷുഡ് കം ടു ദ റെസ്ക്യൂ ഓഫ് ദ പേഷ്യൻ്റ്. അതായത് രോഗിയുടെ രക്ഷയ്ക്ക് പാലിയേറ്റീവ് കെയർ വരണം എന്നാണ്. അതാണ് രീതി. ആക്റ്റീവ് ആയിട്ടുള്ള യൂത്തനേസിയ ഇന്നും അംഗീകരിക്കാൻ ഞാനൊക്കെ തയ്യാറാണ്, പക്ഷെ പലരും തയ്യാറല്ല മാനസികമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡ് എന്ന് പറയുന്നത് ഇവിടെ ചർച്ചയ്ക്ക് വരുന്നില്ല. കാരണം നിയമം അനുവദിക്കാത്തൊരു കാര്യം. അതേസമയത്ത് ലൈഫ് സപ്പോർട്ടൊക്കെ നീങ്ങുകയും പാലിയേറ്റീവ് കെയർ മാത്രം മതിയെന്ന് തീരുമാനിക്കാനും രോഗിക്ക് അവകാശമുണ്ട്. ആ കാര്യം ലിവിങ് വില്ലിൽ അദ്ദേഹം എഴുതി വയ്ക്കുകയും ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അത് വലിയ കാര്യം തന്നെയാണ്. അതിനെ അംഗീകരിക്കുകയും അതിന് വഴങ്ങുകയും ചെയ്യുന്നത്, അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്നത് മനുഷ്യാവകാശ പ്രവർത്തനമാണ്. സർക്കാർ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ട്. ലിവിങ് വില്ല് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സ്ഥലത്തെ സെക്രട്ടറി വാങ്ങണം. അത് അവിടെ ഫയൽ ചെയ്യണം. കോപ്പി തീർച്ചയായിട്ടും ബന്ധുക്കൾക്കും രോഗിക്കും ഇനി അവസാന കാലം എത്തുന്ന ആശുപത്രിയിലെ ഡോക്ടർക്കൊക്കെ നൽകാൻ പറ്റണം. വേണ്ടത്ര കോപ്പി എടുത്തു വയ്ക്കണം. പക്ഷെ ഒറിജിനൽ കോപ്പി വേണമെങ്കിൽ രോഗി കയ്യിൽ വയ്ക്കാം. അതല്ല, ഒറിജിനൽ കോപ്പി ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, അതായത് കോർപ്പറേഷൻ്റെയോ പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയോ സെക്രട്ടറിയുടെ വശമാണെന്ന് വെച്ചാൽ അതിനൊരു അറേഞ്ച്മെൻറ്റ് സർക്കാരിന്. അതും നിയമനിർമ്മാണത്തോടു കൂടി തന്നെ നടക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ അങ്ങ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു നിയമം ആവശ്യമാണ്. തീർച്ചയായിട്ടും ഓരോ ഇന്ത്യക്കാരനും അന്തസ്സോടെ ജീവിക്കാൻ അവകാശമുള്ള പോലെ അന്തസ്സോടെ മരിക്കാനും അവകാശമുണ്ട്. അത് സാക്ഷാത്കരിക്കപ്പെടണം.